ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ഉഗ്രം ടേസ്റ്റുള്ള നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സോയ വെജ് മസാല കറി ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് മീറ്റ് മസാലയൊക്കെ ചേർത്തിട്ട് നല്ലൊരു ഇറച്ചിക്കറീൻ്റെ ടേസ്റ്റാണ് ഈ കറിക്ക് ഉണ്ടാവുക. ഈ ഒരു ടേസ്റ്റി കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ വെള്ളപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയൊരു കോമ്പിനേഷനാണ്. അപ്പം ഒരുപാട് പച്ചക്കറികളും അതിൻ്റെ കൂടെ സോയ ചങ്ക്സും എല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു ഹൈലി ന്യൂട്രീഷ്യസ് കറിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ കൂട്ടിയും കുറച്ചൊക്കെ ഈ ഒരു കറിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് അതിൽ തന്നെ ഒരു കപ്പ് സോയ ചങ്ക്സ്, അപ്പോൾ ഇത് ചെറിയ സൈസിലുള്ളതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഡബിൾ ഹോഴ്സിൻ്റെ ഈ ഒരു സോയ നല്ല ടേസ്റ്റിയാണ്. അത് മാത്രമല്ല ഒരുപാട് ഭയങ്കരമായിട്ടുള്ള സ്മെല്ലൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു അരമണിക്കൂർ ഇത് നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു 4 ഉരുളക്കിഴങ്ങ്, ഒരു 4 ക്യാരറ്റ്, കുറച്ച് കോളിഫ്ലവർ മുഴുവൻ എടുക്കില്ല കേട്ടോ, കുറച്ച് ഭാഗം മതി. അതുപോലെ തന്നെ കുറച്ച് ബീൻസ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയാണ്, അത് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കണം. പിന്നെ നമുക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളകും അതുപോലെ തന്നെ ഒരു 3-4 തക്കാളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനം നമുക്ക് കറിയിലേക്കൊന്ന് വഴറ്റി ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരം നമുക്കൊരു 1/4 കപ്പ് ചെറിയുള്ളി എടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും. പിന്നെ കുറച്ച് മഷ്റൂമും ഏകദേശം 1 കപ്പോളം ഫ്രോസൺ ഗ്രീൻ പീസും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചൊരു പേസ്റ്റാക്കി എടുക്കാം. ഈ ഒരു കടായിലേക്ക് നമുക്ക് ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ബാക്കിയുള്ള നമ്മളെ പച്ചക്കറിക്കൊന്നും അധികം വേവില്ലാത്തത് കൊണ്ട് ഇത് ഏകദേശം ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇതൊന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മുറി തേങ്ങ, ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നല്ല ബ്രൗൺ ആകുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. അങ്ങനെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു ബ്രൗൺ നിറമൊക്കെ ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പം പൊടികളൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ തീ നന്നായിട്ട് സിമ്മിലാക്കി വെക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം പോയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത മണം വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്ത് വരുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇപ്പോൾ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി വെജിറ്റബിൾസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട്, അതുകൊണ്ട് ഞാൻ ഒഴിക്കുന്നില്ല. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു 5-6 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒരു 3/4 ഭാഗത്തോളം കുക്കായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ സോയ ചങ്ക്സും അതുപോലെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള മഷ്റൂമും അതുപോലെ തന്നെ നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്രോസൺ ഗ്രീൻ പീസ് വളരെ പെട്ടെന്ന് കുക്കായി കിട്ടും, അതുപോലെ തന്നെയാണ് മഷ്റൂമും, അതുകൊണ്ടാണ് നമ്മളിത് ലാസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കോക്കനട്ട് പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ആ മിക്സിയൊക്കെ കഴുകിയെടുത്ത് ഏകദേശം ഒരു 2 കപ്പ് വെള്ളത്തോളം വീണ്ടും നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മൾ ഗ്രേവിക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 5-6 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഈ കറി റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽ മുളക് കൂടെ ചേർത്തിട്ട് നല്ല ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഈ സവാളയൊക്കെ ഇനി നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇറച്ചി മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്, ഇളം ബ്രൗണൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇറച്ചി മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വഴറ്റിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു 1-2 മിനിറ്റും കൂടെ നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ ഉഗ്രൻ കറി ഇവിടെ റെഡിയാവും. അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ സോയ വെജ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എപ്പോഴും നമ്മൾ ചിക്കൻ കറി, ബീഫ് കറി അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെയൊക്കെ ഒരു വെജിറ്റബിൾ കറി വിത്ത് സോയ ചങ്ക്സ് ഒക്കെ ചേർത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമാണെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും ടാറ്റാ. താങ്ക്സ് ഫോർ വാച്ചിങ്.